ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോൻ്റെ ഇൻട്രോ ആണിത്. പക്ഷെ ആക്ച്വലി ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി, എന്നിട്ടാണ് ഞാൻ ഇൻട്രോ എടുക്കുന്നത്. ഇൻട്രോ എടുക്കാൻ ആക്ച്വലി വിട്ടുപോയായിരുന്നു. ഇപ്പോഴാണ് ഞാൻ ഓർത്ത ഇൻട്രോ എടുത്തില്ലല്ലോ, അപ്പം ഞാനങ്ങനെ ഇപ്പം എടുത്തതാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആക്ച്വലി ഞാനും എൻ്റെ കസിനും കൂടെ ഷോപ്പിങ്ങിനൊക്കെ പോയതാണ്. ഷോപ്പിംഗ് എന്ന് വെച്ചാൽ ഭയങ്കരമായ ഷോപ്പിംഗ് ഒന്നുമല്ല, എന്നാലും ഷോപ്പിംഗ്, കുറച്ച് ഫുഡ് അടിക്കാൻ, അതിനൊക്കെ വേണ്ടി പോയതാണ്. ഭയങ്കര ഫൺ ഒരു വീഡിയോ ആയിരിക്കും, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഞങ്ങൾ കുറേ പുതിയ പുതിയ ഫുഡൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. എന്താണെന്നൊക്കെ അറിയാൻ നിങ്ങൾ വീഡിയോ ഫുള്ള് കണ്ടു നോക്ക്. നല്ല രസമായിരിക്കും. നിങ്ങൾ എന്തായാലും എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കണോ. ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അപ്പം ഞാൻ ഔട്ട്റോയും കൂടെ ഇപ്പം തന്നെ പറയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം. പിന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാം കൂടെ ഫോളോ ചെയ്യാൻ പറ്റുമെങ്കിൽ അതും കൂടെ ഒന്ന് ഫോളോ ചെയ്ത് ഹെൽപ്പ് ചെയ്യുക. ഓക്കെ, അപ്പം നിങ്ങൾ വീഡിയോ കണ്ടിട്ട് വരൂ. ഹായ് ഗൈസ്, അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ കുറേ നാൾ മുമ്പ് ഷൂട്ട് ചെയ്തൊരു വീഡിയോ ആണ്. ശരിക്കും പറയുകയാണെങ്കിൽ 2024 ജൂണിലാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. എപ്പോഴും ഇതിങ്ങനെ പോസ്റ്റ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് എപ്പോഴും ലാഗായി പോകുന്നുണ്ട്. അപ്പോൾ ഇന്നാണ് ഇതിനൊരു കറക്റ്റ് സമയം കിട്ടിയത്. അപ്പോൾ ഞാനിത് കയ്യോടെ അങ്ങ് പോസ്റ്റ് ചെയ്യാണ്. അപ്പോൾ ഈ വീഡിയോ ഞാനും എൻ്റെ കസിനും കൂടെ ജസ്റ്റ് ഒരു ഷോപ്പിംഗ്, കൂടുതലും ഇതിനകത്ത് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയതാട്ടോ. ഫുഡ് എക്സ്പ്ലോറിങ് ആണ് ഇതിനകത്ത്. എനിക്കും അവനും ഉള്ള മെയിൻ ഹോബി. ഞങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും ഫുഡിനെ പറ്റി സംസാരം, എവിടെ ഫുഡ് കഴിക്കാൻ പോവാം, എവിടെയൊക്കെ എന്തൊക്കെ കിട്ടും, അങ്ങനെയൊക്കെയാണ് ഫുൾ സംസാരം. അപ്പോൾ അവൻ എറണാകുളത്ത് ഉണ്ടായിരുന്നു ആ സമയത്ത്. അവൻ CA പഠിക്കുന്നത്. അപ്പോൾ അവനൊരു ഓറിയൻറ്റേഷൻ റിലേറ്റഡ് എന്തോ ക്ലാസ്സസും കാര്യങ്ങളൊക്കെ ആയിട്ട് അവൻ ഞങ്ങളുടെ കൂടെ എറണാകുളത്ത് ഉണ്ടായിരുന്നു, എൻ്റെ അമ്മയുടെയും കൂടെ. അപ്പം ഞങ്ങളിങ്ങനെ ഫ്രീ ടൈം കിട്ടുമ്പോഴും വീക്കെൻഡും ഒക്കെ ഇങ്ങനെ പുറത്തിറങ്ങും. അപ്പം അങ്ങനെ ഒരു വീക്കെൻഡ് പുറത്തിറങ്ങിയതാണ് കേട്ടോ ഇത്. അപ്പം ഞാനും കസിനും കൂടെ ജസ്റ്റ്, അവൻ ഫോറം മോളിലൊന്നും പോയിട്ടില്ലായിരുന്നു. അപ്പം ഞങ്ങളങ്ങനെ ഫോറം മോളിൽ പോയി. അപ്പോൾ പോയപ്പം ബാത്ത് ആൻഡ് ബോഡി വർക്ക്സിൽ നല്ല ഓഫർ കണ്ടു. അപ്പോൾ പിന്നെ ഓഫർ കാണുമ്പോൾ പിന്നെ നമുക്കത് മേടിക്കാനുള്ളൊരു ത്വര വരുമല്ലോ. അപ്പം അങ്ങനെ ഞങ്ങളും കയറി. അങ്ങനെ നമ്മൾ കുറച്ച് മിസ്റ്റൊക്കെ മേടിച്ചു കേട്ടോ അവിടെ ചെന്നിട്ട്. അപ്പോൾ അതാണിത്. ഇനി അങ്ങോട്ട് ഫുള്ള് നമ്മൾ ഫുഡ് കഴിക്കുന്നതാണ് കേട്ടോ. അപ്പം ആദ്യം പോയ സ്ഥലം ഞാൻ കാണിച്ചു തരാം. ഗൈസ്, നമ്മൾ സൂഷി തിന്നാൻ വന്നേക്കാണ്. ഞാനല്ല, ഇവന്റെ നിർബന്ധത്തിന് വേണ്ടി വന്നതാ. സാധനം റൈസ് ഇല്ലാത്ത സാധനം നോക്കി മേടിച്ചതാട്ടോ. ഇവൻ തന്നെ ആദ്യം തിന്നു. ഞാൻ തിന്നോന്ന് എനിക്ക് സത്യമായിട്ടും അറിയില്ല. താഴെ പോയല്ലോ. ബാക്കി വീഡിയോയില് കണ്ടോ. കൊച്ചു എങ്ങനെയുണ്ട്? കൊച്ചു എങ്ങനെയുണ്ട്? കുഴപ്പമില്ലേ? ശരിക്കോ? സത്യേറ്റു ശരിക്കും? എന്നാ തിന്നോക്കല്ലേ. ഞാൻ ഇത് തിന്നാട്ടോ. ഇത് ചെറുതാ. അടുത്ത നീ തിന്നോ. എന്തോ പ്രശ്നമുണ്ട്. ഏത് മീൻ? ഞാൻ ചെലപ്പോ തുപ്പു കേട്ടോ. സത്യമായിട്ട് ഞാൻ തുപ്പു. ഉറപ്പാ? തിന്നാലേ? പിന്നെ സൗണ്ട് ഓണല്ലേ ഗൈസ്? ഇത് എനിക്ക് പിടിക്കാനൊന്നും അറിയത്തില്ല, അതുകൊണ്ട് ആരും എന്നെ ജഡ്ജ് ചെയ്യരുത്. ഞാൻ ഇത് എങ്ങനെ എടുക്കുന്ന അറിയില്ല. അയ്യോ, ഇത് ഇളകിപ്പോയി. വളരെ വളരെ ശരിയാ. ഇത് തിന്നാൻ എനിക്ക് പേടിയുണ്ട്. പകുതി കടിച്ചാ മതിയാ? ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു.
nice, right? Maybe someday you'll have it your way. Maybe someday it'll all ഇനി അത് കൊറേ സമയം വായിൽ വെച്ചിരിക്കുന്നോണ്ടാണ് ബുദ്ധിമുട്ട്. നീ കഴിച്ചോക്കെ, വെള്ളം കുടിക്കല്ല, നീ കൈ പറ്റും. എന്റെ മോനെ ഞാൻ അപ്പളെ പറഞ്ഞു ഇതൊന്നും വേണ്ട. കറക്റ്റ് മീൻ ഇത് ഞാൻ എന്നെ കൊണ്ട് പറ്റൂലെന്ന് അപ്പളെ പറഞ്ഞത്. ഇവന്റെ ഒറ്റ നിർബന്ധത്തിന് എന്റെ ഉള്ളിൽ കയറിയേ. ഇതിന്റെ പൈസ ഞാൻ കൊടുക്കൂല, ഇവൻ തന്നെ കൊടുക്കും. നീ തന്നെ കൊടുക്കും. ഇത് നീ തിന്നോ, എനക്ക് വേണ്ട. എനിക്ക് പൊതുവെ അത് വേണ്ട, അത് കാണിക്കല്ലേ. ഞാനിനി എന്റെ ജീവിതത്തിൽ കഴിക്കൂല. ഞാനിത് മുന്നേ ദുബായി പോയപ്പോ അച്ഛനൊക്കെ കഴിക്കല്ലേ. ഞാൻ സാൽമണാന്ന് തോന്നി ഈ സാധനം, ഈ ചോപ്പ് അല്ലേ അല്ലേ. ഇത് കക്കിരി, ഇതെന്താ ക്രാബോ. വെറുതെ പൈസ കളഞ്ഞ്. 4 പീസ് സൂഷി കഴിച്ചിട്ട് 601 രൂപയായി. സർവീസ് ചാർജ് മാത്രം 52 രൂപ. ഭയങ്കര ചാർജ് ബാപ്പുവ. നമ്മൾ സൂഷി കഴിച്ചിട്ട് അതിന്റെ ക്ഷീണം മാറ്റാൻ, എനിക്ക് മാത്രമേ ക്ഷീണമുള്ളൂ, അത് മാറ്റാൻ ഇപ്പം ബർഗർ കിങ് വന്നേക്കുവാ. ഇവിടെ ഓഫർ ഉണ്ട് ഗൈസ്. കൊച്ചു ബർഗർ കിങ് മേടിക്കാൻ പോയിണ്ട് അവിടെ. സത്യം പറയാലോ, ഈ ബർഗർ ഒന്ന് വായിൽ വെച്ചപ്പോ എനിക്ക് സമാധാനായത്. ഞാൻ പോകുമ്പോഴേ പറഞ്ഞതാ വേണ്ട വേണ്ട, എനിക്ക് സൂഷി കഴിക്കാൻ ഒട്ടും താല്പര്യമില്ലാന്ന് ഞാൻ പറഞ്ഞതാ. കാരണം അത് റോ ഫിഷ് എന്ന് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് എന്തോ ഒരു പോലെ ഉണ്ടായിരുന്നു. എനിക്ക് അങ്ങനെയൊന്നും ഫുഡ് ട്രൈ ചെയ്യാൻ ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് കംഫർട്ടബിളായി തോന്നണം, എന്നാലേ ഞാൻ ട്രൈ ചെയ്യുള്ളൂ. അപ്പം ഇത് കൊച്ചു പറഞ്ഞു വേണ്ട നമുക്കൊന്ന് ട്രൈ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോയി. ലാസ്റ്റ് അവൻ കഴിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല, എനിക്ക് കഴിക്കാൻ പറ്റുമായിരിക്കും. കാരണം അവൻ അങ്ങനെ ബീഫ് മട്ടൻ അതൊന്നും കഴിക്കുന്ന ആളല്ല. അപ്പം അവൻ റോ ഫിഷ് കഴിക്കുന്ന കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ എനിക്ക് കഴിക്കാൻ പറ്റുമെന്ന്. പക്ഷേ എൻ്റെ ഈശ്വരാ എന്തോ പോലെ. എനിക്കിപ്പോഴും ആ ഒരു എന്താ പറയുക ടേസ്റ്റ് എനിക്ക് ഓർമ്മ കിട്ടുന്നുണ്ട്. ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴും ഞാൻ ഒരിക്കലും മറക്കില്ല, ഇനി ഒരിക്കലും ഞാനത് കഴിക്കില്ല. അപ്പം അങ്ങനെ ബർഗറും കഴിച്ച് പിന്നെ ഐസ്ക്രീമും കഴിച്ച് ഞങ്ങൾ ഒന്ന് H&M കയറി ജസ്റ്റ് ഒന്ന് വെറുതെ എന്തെങ്കിലുമൊക്കെ ഡ്രസ്സൊക്കെ കിട്ടുമോ നോക്കാൻ വേണ്ടി കയറി. പക്ഷെ ഒന്നും എടുത്തൊന്നുമില്ല കേട്ടോ, അന്ന് ഡ്രസ്സൊന്നും മേടിച്ചില്ല. വെറുതെ അതിനകത്ത് കൂടെ ഒക്കെ കയറി ഒന്ന് റോം അറൗണ്ടൊക്കെ ചെയ്ത് 2-3 ഡ്രസ്സ് ട്രൈ ഔട്ട് ചെയ്ത് നോക്കിയായിരുന്നു. പക്ഷെ ഒന്നും ശരിയായില്ല, അതുകൊണ്ട് പിന്നെ എടുത്തില്ല. പിന്നെ എവിടെ പോയാലും ഈ കൂളിംഗ് ഗ്ലാസ് കുറേ എണ്ണം കാണുമ്പോൾ അത് എടുത്ത് വെച്ച് നോക്കിയില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല. ഒന്നിട്ട് നോക്കി ഭംഗിയൊക്കെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കണം. അത് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആട്ടോ. ലിഫ്റ്റ് കിട്ടിയില്ല, ഞങ്ങൾക്ക് കേൾക്കുമെന്നറിയില്ല, ലിഫ്റ്റ് കിട്ടിയില്ല. സോ ഞങ്ങൾ സ്റ്റെയർ കയറി ഇപ്പൊ എവിടെയോ എത്തി, ടോപ്പിലെത്തി. ഇനിയിപ്പൊ താഴേക്ക് എങ്ങനെ പോകും എന്ന് ആലോചിക്കുക. ലിഫ്റ്റ് ഞാൻ പറയട്ടെ, ഇവിടുത്തെ ലിഫ്റ്റും ഇവിടുത്തെ പാർക്കിങ്ങും തീരെ പോരാ. കമോൺ ഗൈസ്, ഫൈനലി നമ്മൾ കാറ് കണ്ടുപിടിച്ചിരിക്കുന്നു. കാറ് കണ്ടുപിടിക്കാൻ വലിയ പാടൊന്നുമില്ലായിരുന്നു, പക്ഷെ ലിഫ്റ്റ് ഭയങ്കര സീനായിരുന്നു. അപ്പൊ ഞങ്ങൾ സ്റ്റെയർ കയറി ഇപ്പൊ P7-ലെത്തി. അതാ ഞാൻ നേരത്തെ കാണിച്ച റൂഫ് ടോപ്പ്. അപ്പൊ ഞങ്ങൾ P3-ലേക്ക് നടന്ന് വീണ്ടും ഇറങ്ങി. എല്ലാവരും എന്നെ തന്നെ നോക്കുന്നത്, അതാ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കോൺഷ്യസ് ആയി പോന്നെ. അങ്ങനെ ഞങ്ങൾ ഫോറം മോളിൽ ഇറങ്ങി. അന്ന് അവിടെ ഒരു ചെറിയ ബാഡ് എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു ഒരു ഷോപ്പിൽ വെച്ചിട്ട്. ഞങ്ങൾ ഓൾറെഡി ആ ഷോപ്പിൽ കയറുമ്പം അവിടുത്തെ ആളുടെ അടുത്ത് ചോദിച്ചിട്ടാണ്, വീഡിയോ എടുത്തോട്ടെ എന്ന് പെർമിഷൻ ചോദിച്ചിട്ടാണ് ഞങ്ങൾ കയറുന്നതും. അവരെടുത്തോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഈ വ്ളോഗ് എടുക്കുന്ന ഭാഗമായിട്ട് കുറച്ച് ക്ലിപ്സ് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു.
പക്ഷേ അവിടുത്തെ 2-3 സ്റ്റാഫ്സ് നമ്മളെ ഡിസ്കംഫർട്ട് ആക്കുന്ന രീതിയിൽ ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് ജസ്റ്റ് ഞാൻ ഷെയർ ചെയ്തെന്നുള്ളൂ, ഏതാ ഷോപ്പൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു കാര്യം അവിടെ അന്ന് നടന്നു. ഓക്കെ, അത് നമ്മൾ വിട്ടു. പിന്നെ നമ്മൾ നേരെ തലപ്പാക്കട്ടിയിൽ പോയിട്ടോ ബിരിയാണി കഴിക്കാൻ. ഞാൻ കൊച്ചുവിന് ഭയങ്കര ഹൈപ്പ് കൊടുത്ത് കൊണ്ടുപോയതാ. ഡിണ്ടിഗൽ ബിരിയാണി 65 ആട്ടോ. ഞാൻ ആദ്യം ടേസ്റ്റ് കേട്ടോ, ഞാൻ ടേസ്റ്റ് കാണിച്ചു തരാം. സത്യയുടെ അമ്മയാ. ഞാനിത് മുന്നേ കഴിച്ചിട്ട് ഇവൻ കഴിച്ചിട്ടില്ല. നീ എടുത്ത പാവം കൊതി വിട്ടിരിക്കുക. ഓക്കെ, നമ്മൾ ഫുഡ് കഴിച്ചു, വയറ് ഫുള്ളായി, ഹെവി ആയിപ്പോയി. ഇനി നമ്മൾ റോഡ്വേയിൽ പോവോ വേണ്ടോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വിചാരിക്കേണ്ടവര് മാത്രം തീറ്റ മാത്രമേ ഉള്ളൂ. യെസ് ഗൈസ്, നമ്മൾ തീറ്റ മാത്രമേ ഉള്ളൂ. അതാണ് നമുക്ക് ഇഷ്ടം. നമുക്ക് ഇഷ്ടമുള്ള കാര്യമല്ലേ നമ്മൾ ചെയ്യേണ്ടത്, അല്ലേ? യെസ്, ഫുഡ് ഈസ് ലൈഫ്, ഫുഡ് ഈസ് എവറിഥിങ്. ഓക്കെ, ബൈ. ഇനി എവിടെയെങ്കിലും വെച്ച് പോവാണെങ്കിൽ അവിടെ വെച്ച് കാണാം. ബൈ. ഇതില് സ്ഥലം ഞാൻ ഹിബയിലല്ല വന്നത്, ഞാൻ വേറെ സ്ഥലത്താണ്. നിങ്ങൾക്ക് ഈ ആംബിയൻസ് ഒക്കെ കണ്ടിട്ട് മനസ്സിലാക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കി കമന്റ് ഡൗൺ. ഇത് എവിടെയാണ്? സോൾട്ട് കാരമൽ ചീസ് കേക്ക്. കഴിക്കാം. I am not a waffle fan, guys. പക്ഷെ കിട്ടിയാ തന്നു, അല്ലാതെ കാര്യം. ഓക്കെ, ഇത് തിന്നിട്ട് വരാം. ഇനി വേറെ എവിടെയെങ്കിലും പോകുന്നെങ്കിൽ അത് ഞാൻ കാണിച്ചത്. ഞാൻ പോകുന്നു. ബൈ ബൈ.